ക്രിസ്മസ് ആണ്. ക്രിസ്മസിൽ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഘടകങ്ങളാണ് കേക്കും വൈനും. കേക്കിലാണെങ്കിൽ പ്രത്യേകിച്ചും പ്ലം കേക്ക്. കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് മേക്കറിൻ്റെ അടുത്താണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കിന്ന് അവരുടെ വിശേഷങ്ങളും നമുക്ക് അവരുടെ കേക്ക് മിക്സിംഗ് പരിപാടിയെല്ലാം കാണാം. ആദ്യം പഞ്ചസാര ഇട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബട്ടർ, പിന്നെ അതിന് മിക്സ് ആവണം. അത് മിക്സായി വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ സാധാ ബട്ടർ ആയിട്ട് കൊടുക്കണം. മുട്ട ഇട്ടിട്ട് നല്ലതായിട്ട് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരും. മുട്ട ഇപ്പോൾ എത്ര എണ്ണം ഇട്ടിട്ടുണ്ട്? ഇപ്പം എത്ര ഒരു 10-15 മുട്ട ഇട്ടിട്ടുണ്ട്. അത് മതി? അല്ല, അതല്ല, ഇത് 10 ഇടാറുണ്ട്. അപ്പോൾ ഏകദേശം എത്ര മുട്ട ഇടും? ഏകദേശം ഒരു 100 മുട്ട ഇടും. 100 മുട്ട ഇടും. പിന്നെ പൊങ്ങി വരാം. അതെ. കഴിഞ്ഞിട്ട് എന്താ പരിപാടി? അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിംഗ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അടുത്ത മിക്സിങ് എന്താ ഇടാൻ? മിക്സിങ് ഒന്നും അല്ലാതെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യും. മൈദ ഇട്ട് അത് ബേക്ക് ചെയ്യാൻ മതി. മിക്സ് ചെയ്ത ബാറ്റർ ഇപ്പം ഇതിലോട്ടിട്ട്, അപ്പോൾ ഇതൊരു കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, കുറച്ച് അതെന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയായിട്ടൊക്കെയാണ്? അത് കിസ്മിസും ഡേറ്റ്സും നട്ട്സും അടിച്ച് മിക്സ് ചെയ്താണ്, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ ഫോം ചെയ്ത് തന്നെ? ഇപ്പം ഇത് നോർമൽ പൊടിയാണ് ഇപ്പം ഇടുന്നത്? മൈദ നോർമൽ. നമ്മളിത് ഇളക്കുമ്പോഴേ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതെന്തിന്റെ? അത് ഇതിന്റെ അതിനകത്ത് മസാലയുടെ ആദ്യത്തെ മസാലയുടെ, അല്ലെങ്കിൽ പൊടിയിൽ മസാല ഇട്ടിട്ടുണ്ട്? പൊടിയിൽ അടിക്കുമ്പോൾ മസാല ഇടുന്നുണ്ട് അല്ലേ? നമ്മളുടെ പട്ട പോലത്തെ സുഗന്ധദ്രവ്യങ്ങളുടെ അതാണ്. പിന്നെ ഇതിപ്പോൾ എത്ര നേരം മിക്സ് ചെയ്യണം? ഇതിപ്പോൾ മിക്സ് ചെയ്തൊന്ന് സെറ്റ് ആവണം. ഇനി അച്ചിലോട്ട് വെച്ചിട്ട് ഇനി ബേക്ക് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരു 2 മണിക്കൂറിൻ്റെ പ്രോസസ്. ബേക്ക് ചെയ്യാൻ ഒരുപാട് സമയം? 2 മണിക്കൂർ ബേക്ക് വരാനുണ്ട് പോലെ. നോർമലി ഈ കേക്കിന്, ഓമനപ്പോൾ കേക്കിന് എപ്പോഴും നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം ഓൾറെഡി നമ്മൾ ആ ബാറ്റർ മിക്സ് ചെയ്തപ്പോൾ ഓൾറെഡി പഞ്ചസാര ഇട്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും മധുരം ചേർക്കലെന്ന്? ഇനിയിപ്പോൾ നോർമലി നമ്മൾ ആ മധുരം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിനുള്ള മധുരം കൂടെ ഉണ്ടാവും. അപ്പം നേരത്തെ ഒരു ലിക്വിഡ് ഒഴിച്ചില്ല, അത് പഞ്ചസാര കരിച്ചത്. അതപ്പോൾ അതിടുമ്പോൾ എന്താ ഒരു ഫ്ലേവർ? കളറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അത് ഒഴിച്ചോണ്ട് ഈ കളർ വരും. ഓക്കെ, നാച്ചുറൽ കളർ വരാൻ വേണ്ടിയിട്ടല്ലേ? ചേട്ടാ, നമ്മളിപ്പോൾ ബാറ്ററൊക്കെ എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ട്രെയിലാക്കി ഇനിയിപ്പോൾ അങ്ങോട്ട് വെക്കണതാണ്, കനലെല്ലാം കത്തിച്ച്. ബേക്കിങ്ങിൻ്റെ പരിപാടിയുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ബേക്ക് ആവാൻ എത്ര നേരം എടുക്കും? 2 മണിക്കൂറിന് ബേക്ക് ആവണം. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം എത്ര ട്രേ ഉള്ള കേക്ക് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ടോ, കേക്ക് ആയിട്ടുണ്ടോ? 70 എണ്ണം കറക്റ്റ്. നമ്മളിപ്പോൾ ഒരു 200 കിലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 70 കേക്ക് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിതിപ്പോൾ ഒരു ഓതൻറ്റിക് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ളൊരു മെത്തേഡാണല്ലോ ഈ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ളൊരു ടെമ്പറേച്ചർ കൂടുകയോ കുറയണം, അതങ്ങനെ ഒന്ന് അറിയണേ കറക്റ്റായിട്ട്? ടെമ്പറേച്ചർ ഇപ്പം നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ ഈ കൈയൊക്കെ ഇട്ട് നോക്കി നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്തുള്ള അറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ ടെമ്പറേച്ചർ നോക്കുന്ന ഇതൊന്നുമില്ല. ഇല്ല, നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട് കറക്റ്റാണെന്ന് തോന്നുമ്പോൾ നമ്മൾ നോക്കും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് സെറ്റായി അല്ലേ? പിന്നെ കറക്റ്റ് പ്രോപ്പർ വേവും കാര്യങ്ങളൊക്കെ കറക്റ്റായി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ട്രെയിൽ നിന്ന് മാറ്റി പാക്ക്
നമ്മൾ പിന്നെ കുറച്ച് നേരം വെക്കണ്ടേ പുറത്ത് പാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ റിച്ച് പ്ലം കേക്ക് ഒന്ന് കഴിച്ചു. ഓക്കെ, ഇതാണ് ഓമന പോൾസിൻ്റെ റിച്ച് പ്ലം കേക്ക്. ആക്ച്വലി എനിക്ക് 2 സെറ്റ് ഓഫ് കേക്ക് ഉണ്ട്, റിച്ച് പ്ലമ്മും നോർമൽ പ്ലം കേക്കും. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാൻ കഴിക്കാൻ പോണത് റിച്ച് പ്ലം കേക്കാണ്. അടിപൊളി അടിപൊളി. അപ്പോൾ എല്ലാവരും ഓമന പോളിൻ്റെ പ്ലം കേക്ക് മേടിച്ച് കഴിക്കാം. ഓക്കെ, ക്രിസ്മസിന്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു ബൾക്ക് എമൗണ്ടിൽ കേക്ക് ഉണ്ടാക്കുന്നത് കാണുന്നത്. അതും ഓമന പോളിൻ്റെ ഒതൻറ്റിക് രീതിയിലുള്ള കേക്ക് മേക്കിംഗ്. നമ്മൾ കഴിക്കുന്ന രുചിയുള്ള എല്ലാ ഭക്ഷണത്തിൻ്റെ പിന്നിലും നമ്മൾ കാണാത്ത ഒരുപാട് പേരുടെ കഷ്ടപ്പാടും കഠിനാധ്വാനവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്.